പ്രിയമുള്ളവരെ, ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിലെ ജില്ലാ ആസ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടക്കുന്നിലാണ്. ഇവിടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിൽ ടൗൺ ഹാളും ആർട്ട് ഗാലറിയും സന്ധ്യാസംഗമ ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ട് ദൃശ്യവിരുന്നുകളുമായി കുന്ന് മോടി പിടിപ്പിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് 20 രൂപയാണ്. കാർ പാർക്കിംഗ് ഫീസ് വേറെയുണ്ട്. മലബാറിന്റെ ഗ്രാമീണ തനിമയും അതുപോലെ തന്നെ അറേബ്യൻ മരുഭൂമിയും ഒക്കെ അങ്ങനെ പല രീതിയിലുള്ള മാതൃകകൾ ചെയ്തിരിക്കുന്ന ഈ മിറാക്കിൾ ഗാർഡൻ അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ പോയിന്റ്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലെ കാര്യങ്ങൾ കാണാം. ഒരാൾക്ക് 50 ടിക്കറ്റ് ചാർജ് വരുന്നത്. കോഴിക്കോട് സാമൂതിരിയുടെ സൈനിക ആസ്ഥാനമായിരുന്ന കാലത്ത് ഇവിടെ നിർമ്മിച്ച കോട്ടയിൽ നിന്നാണ് കോട്ടക്കുന്ന് എന്ന പേര് തന്നെ ഈ സ്ഥലത്തിന് വന്നത്. ഒരു മലയുടെ അവസാന ഭാഗത്ത് 3 ഭാഗവും പുഴയും ഒരു ഭാഗം അഗാധമായ കൊക്കയും മുകൾ ഭാഗം പീഠം പോലെ പരന്നതുമായ പ്രദേശമാണ് കോട്ടക്കുന്ന്. നമുക്ക് ഈ മിറാക്കിൾ ഗാർഡനിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതിനുള്ളിൽ ഭയങ്കര മിറാക്കിൾസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഹാർട്ട് ഷേപ്പിൽ നല്ല രീതിയിൽ ഇതുപോലെ നമ്മുടെ ഈ ഗാർഡനൊക്കെ അറേഞ്ച് ചെയ്ത് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കാണാൻ ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. കരുനാഗപ്പള്ളിയിൽ നിന്നും മലപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടുത്തെ പല ടൂറിസ്റ്റ് സ്പോട്ടുകൾ സന്ദർശിച്ചെങ്കിലും ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, അതും സർക്കാർ സംരക്ഷണയിലുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ് ഈ കാണുന്ന കോട്ടക്കുന്ന്. ഒരുപാട് ഫോട്ടോ ഫ്രെയിംസും ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ കൂടിയാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് 10 രൂപയാണെങ്കിലും പല സെക്ഷനുകളിലും പല രീതിയിലുള്ള ടിക്കറ്റ് ചാർജുകൾ വരുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മിറാക്കിൾ ഗാർഡൻ്റെയൊക്കെ 50 രൂപയുടെ ടിക്കറ്റ് ചാർജ് വർത്ത് തന്നെയാണ്. അത്ര ഭംഗിയായിട്ടാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ തന്നെ ചെറിയ ഒരു കുളവും ആ കുളത്തിൻ്റെ നടുവിലായിട്ടൊരു ഡക്കും അതുപോലെ ചെറിയ താമരകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചെടികളാണെങ്കിലും ബുഷ് ചെടികളൊക്കെ ആണെങ്കിലും നന്നായിട്ട് വെട്ടി നിർത്തി കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലാണിത് ഫുൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ചെടികളും അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഈ മിറാക്കിൾ ഗാർഡനകത്ത് ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് നമ്മൾ ഈ കാണുന്ന ഒരു ആർട്ട് വർക്ക്. അതായത് ഒരു ആനയെ നമ്മൾ ദൂരെ നോക്കുമ്പോഴത്തേക്ക് കുറേ കമ്പിയും നെറ്റും ഒക്കെ ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ആനയാണ് ഇവർ ഇതിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണിത് കാണാൻ തന്നെ. നമുക്കൊരു നല്ല കൗതുക കാഴ്ച കൂടിയാണിത്. ഇതിനുള്ളിൽ പല രീതിയിലുള്ള പല ടൈപ്പ് ചെടികളെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള സീനറീസാണ് ഇതിനുള്ളിലുള്ളത്. അതുപോലെ നല്ല ഇരിപ്പിടങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഈ ഗാർഡൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് നമുക്ക് ദൂരം നിന്ന് തന്നെ അട്രാക്റ്റീവായിട്ട് അടുത്ത ഐറ്റം വരുന്നത്, അതായത് ഒരു ആർട്ട് ഗാലറി. അപ്പോൾ ഈ ആർട്ട് ഗാലറിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3D ആർട്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൂരത്ത് നിന്ന് തന്നെ നല്ല അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ജിറാഫ് ഉണ്ട്, പിന്നെ ഒരു സെൽഫി എടുക്കുന്ന കുരങ്ങൻ, പിന്നെ അതുപോലെ തന്നെ ഹൾക്ക്, സ്പൈഡർമാന്, പിന്നെ നമ്മുടെ സ്വന്തം APJ അബ്ദുൽ കലാം സാർ. അപ്പോൾ കോട്ടക്കുന്ന് മൈതാനത്ത് നമ്മൾ ഈ പറഞ്ഞ മിറാക്കിൾ ഗാർഡനകത്ത് അറബ് നാട് വരെ ഉണ്ട്. ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. ഈ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഒരുപാടായോ? ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ അന്ന് വന്ന ടൈമിൽ തന്നെ ഇതുണ്ടോ അതോ അതിനുശേഷം ഉണ്ടല്ലേ? ഇതിന് പ്രത്യേകിച്ച് എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തോന്നുന്നല്ലേ? ഇല്ല. അപ്പോൾ ഇത് തീർത്തും നമുക്ക് ആദ്യം എടുത്ത ആ ടിക്കറ്റ് മാത്രമേ ഉള്ളൂ. തീർത്തും സൗജന്യമായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് മരുഭൂമി ഒന്ന് കണ്ടാലോ? അറബ് നാടിന് സമാനമായ രീതിയിൽ തന്നെ അവിടുത്തെ ആ ഒരു മണലാരണ്യവും ആ ഈന്തപ്പനയും അതുപോലെ ആ ചെറിയ ടെൻറ്റും ഒക്കെ ആയിട്ട് കറക്റ്റ് നമ്മൾ ആ ഒരു അറബ് നാട്ടിലെ മരുഭൂമിക്കുള്ളിലേക്ക് ചെന്നൊരു പ്രതീതിയുള്ള രീതിയിലാണ് ഇവിടെ ഈ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. അറബ് നാടിന്റെ പ്രതീകമായ ഒട്ടകവും ഇവിടുത്തെ വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ്. എല്ലാവർക്കും ഇതിന്റെ മുകളിൽ കയറാനൊക്കെ പറ്റുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുവരെ GCC കാലുകുത്തിയിട്ടില്ലാത്തവർക്ക് നേരിട്ട് കണ്ടടുത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു അനുഭവം കൂടിയാണിത്. ഒരു നാടിൻ്റെ പഴയകാല ഓർമ്മയിൽ ഗ്രന്ഥശാലയും സ്പോർട്സ് ക്ലബ്ബും അതുപോലെ നമ്മുടെ ഈ ചെളിയിൽ തീർത്ത് വൈക്കോൽ പുരകളും നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള പല രീതിയിലുള്ള നാടിൻ്റെ സ്പന്ദനം കാണിച്ചുകൊണ്ടുള്ള ഒരു മാതൃകയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പഴയകാല ഗ്രാമീണ തനിമ അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഒരു നാടിൻ്റെ തന്നെ ഗ്രാമീണ തനിമ, എന്തിന് കേരളത്തിൻ്റെ തന്നെ ഒരു ഗ്രാമീണ പഴമ നിലനിർത്തിക്കൊണ്ട് ആ ഒരു ജീവിത കാലയളവ് മുഴുവനായും ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാളവണ്ടിയാകട്ടെ, അതുപോലെ ഗ്രന്ഥശാലകളാകട്ടെ, സ്പോർട്സ് ക്ലബ്ബാകട്ടെ, ചായക്കടയാകട്ടെ, വൈക്കോൽ പുരകളാകട്ടെ, മാഞ്ചുവട്ടിൽ സൊറ പറഞ്ഞിരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും സുഹൃത്തുക്കളുടേതും അടക്കമുള്ള പഴയകാല ഓർമ്മകളിൽ സുഹൃത്തുക്കൾക്കൊപ്പം നമ്മൾ മാഞ്ചുവട്ടുകളിൽ നമ്മളുടെ സന്തോഷ നിമിഷങ്ങൾ പങ്കുവച്ച ഇത്തരത്തിൽ നല്ല ഒരുപാട് ഗ്രാമീണ ഓർമ്മകളെ ഉണർത്തുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കാഴ്ചകളൊക്കെ പുതിയ തലമുറയ്ക്ക് ദൃശ്യങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ കണ്ട ഒരു പരിചയം മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. എന്നാൽ
ഈ പുതിയ കാലഘട്ടത്തിൽ പഴയ കാലങ്ങളിലൂടെ ജീവിച്ചു വന്നവർക്ക് ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളായിരിക്കും സമ്മാനിക്കുന്നത്. അത്തരത്തിൽ പഴമയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ്. ഇതിനുള്ളിലെ കാഴ്ചകൾ കണ്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ സമയം പോയതറിഞ്ഞില്ല. അതിസുന്ദരമായൊരു സൂര്യാസ്തമയ കാഴ്ച കൂടി കോട്ടക്കുന്ന് സമ്മാനിക്കുകയാണ്. ഇവിടെ സ്വദേശികളും അല്ലാത്തവരും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യുന്ന നല്ല കിഡിലൊരു സ്പോട്ടാണ്. തീർച്ചയായും നമുക്ക് മലപ്പുറം സൈഡിലേട്ടൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ട് കൂടിയാണിത്. കോട്ടക്കുന്നിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും കൂട്ടരെയും ബ്രിട്ടീഷ് സാമ്രാജ്യം വധിച്ചതും ഇവിടെ വെച്ച് തന്നെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം ഈ പ്രദേശം പട്ടാളത്തിൻ്റെ കൈവശമായിരുന്നു. മലപ്പുറം നഗരത്തിലുണ്ടായിരുന്ന പട്ടാള ക്യാമ്പിലെ പട്ടാളക്കാരുടെ വെടിവെപ്പ് പരിശീലന കേന്ദ്രം കൂടിയായിരുന്നു നമ്മൾ കാണുന്ന ഈ കുന്നിൻ ചെരുവ്. ഇനി നമ്മൾ പോകുന്നത് സൈക്കിൾ പാർക്കിലേക്കാണ്. കുട്ടികൾക്ക് സൈക്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകൾക്ക് വാക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ രീതിയിൽ നമുക്ക് ഓരോ റൈഡുകൾ ഇങ്ങനെ ഓരോന്ന് തീർക്കുമ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയ്ക്ക് വിശാലമായിട്ടുള്ളൊരു പാർക്കാണിത്. വീട്ടിൽ തന്നെ റെഡിയാക്കുന്നതാണോ? വീട്ടിലുണ്ടാക്കിയിട്ട് കൊണ്ടുവരാം അല്ലേ? ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ, എല്ലാ വെറൈറ്റീസും റെഡിയാക്കുന്നുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടെ? നല്ല തിരക്കുള്ള ഒരു സ്പോട്ടാണോ? എല്ലാ ദിവസവും തിരക്കുണ്ടോ? അതോ ഞായറാഴ്ചകളിൽ മാത്രമേ? ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന ഈ കോട്ടക്കുന്ന് പാർക്ക് നടന്ന് അവശരായി വരുമ്പോൾ നമുക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കഫേകളും ആ രീതിയിലുള്ള സ്പോട്ടുകളൊക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. നമ്മുടെ ഈ റൈഡൊക്കെ എത്ര ചാർജ് ഒക്കെ വരുന്നത്? ഇവിടെ 50 രൂപ വരുന്നത്. കുട്ടികൾക്ക് ടിക്കറ്റ്, അതിൽ ബലൂൺ ഐറ്റംസ് എല്ലാം കളിക്കാം. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ ഒരുപാട് വെറൈറ്റി റൈഡുകളാണുള്ളത്. നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഈ കോട്ടക്കുന്ന് പാർക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ കളിക്കുമ്പത്ത് എല്ലാം ഉണ്ട്, അടിപൊളി. ഇവിടെ ബോട്ടും പ്ലെയിനും ഒക്കെ ഉണ്ട്, ഹെലികോപ്റ്ററും ഒക്കെ ഉണ്ട്. നിങ്ങൾ മലപ്പുറക്കാർ ഫാമിലീസും കുട്ടികളും ഒക്കെ ആയിട്ട് പുറത്തുപോയി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് നോക്കുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് അറിയുന്നത് പോലെ കോട്ടക്കുന്ന് തന്നെയാണ് ഏറ്റവും മികച്ച പാർക്ക്. ഈ കാണുന്നത് പോലെ എത്ര പറഞ്ഞാലും തീരാത്ത രീതിയിലുള്ള ഒരുപാട് റൈഡുകളും നമുക്ക് വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും പല രീതിയിലുള്ള മിറർ മെയ്സ് ആണെങ്കിലും ഹിന്ദി സിനിമാസ്, ഹൊറർ തിയേറ്റർ, അങ്ങനെ രീതിയിലുള്ള പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഈ കാണുന്ന പാർക്കിനുള്ളിൽ പല റൈഡുകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള പേയ്മെന്റ് വരുന്നുണ്ട്. മാത്രമല്ല വലിയ പാർക്കുകളിലൊക്കെ കാണാറുള്ള പോലെ നമ്മുടെ ഈ കാറിന്റെ റൈഡും കാര്യങ്ങളും ഒക്കെ എല്ലാ തരം ഐറ്റംസും ഇതിനകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾ ഈ കാണുന്ന ഹെലിപ്പാഡ് നിൽക്കുന്നിടത്ത് പണ്ട് ഭീതി ഉണർത്തിയിരുന്ന ഒരു കൊലക്കിണറും ആ കൊലക്കിണറിനുള്ളിൽ വെള്ളമില്ലാത്ത കൊലക്കിണറിനുള്ളിൽ വളർച്ച മുറ്റിയ ഒരു പടുമരവുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സൈക്ലിംഗ് ഒന്ന് ട്രൈ ചെയ്യാൻ പോകും. സൈക്ലിങ്ങിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്. അപ്പോൾ എന്തായാലും നോക്കട്ടെ എങ്ങനെയുണ്ട് ഈ അഡ്വഞ്ചർ റൈഡെന്ന്. ഇവിടെ അഡ്വഞ്ചർ റൈഡ്സ് ആയിട്ടുള്ള റോപ്പ് സൈക്ലിങ്, സിപ്പ് ലൈന്, എയർ ഗൺ, അങ്ങനെ പല രീതിയിലുള്ള വെറൈറ്റി റൈഡുകൾ വീണ്ടും കിടക്കുകയാണ്. പേടിച്ചുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ രീതിയിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്, ഭയമുണ്ട്. എങ്കിലും ഇവിടുന്ന് ചുറ്റുമുള്ള മുകളിലെ ഒരു കാഴ്ച ഉണ്ട്, അതൊരു രക്ഷയില്ല, ഭയങ്കര സെറ്റപ്പാണ്. ഇവിടെ ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള റൈഡുകളും അതുപോലെ നമുക്ക് വന്ന് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു പാർക്ക് ഞാൻ ആ രീതിയിൽ കിടിലൻ ഒരു പാർക്കാണ് മലപ്പുറത്തുള്ളത്. അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സ്റ്റേ ട്യൂൺ.